ഹായ് ഹലോ സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഞാൻ ഇന്നത്തെ ടിപ്സ് പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, മധ്യവയസ്കരായ പുരുഷന്മാർക്കായാലും സ്ത്രീകൾക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ചുളിവ് മാറാനുള്ള ഒരു ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതെന്താണെന്ന് ഞാൻ പറയാം. കാബേജിൻ്റെ ഇല എടുക്കുക. കാബേജിൻ്റെ ഇല എടുത്ത ശേഷം അതിലേക്ക് ഈസ്റ്റും തേനും കൂടി മിക്സ് ചെയ്ത് കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പോൾ ഒരു ആഴ്ചയിൽ 5 ദിവസമെങ്കിലും ഇത് ചെയ്യുക. ചെയ്ത് കഴിയുമ്പം അടുപ്പിച്ച് കുറച്ച് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം ഉണ്ടാവും. അടുത്തൊരു ടിപ്സ് എന്ന് പറയുന്നത്, സ്ത്രീകൾക്ക് സാധാരണ ആർത്തവത്തിൻ്റെ തകരാറ് കൊണ്ടുള്ള ബ്ലീഡിങ് ഉണ്ടാകുന്ന സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ളൊരു ആരോഗ്യത്തിൻ്റെ ടിപ്സാണ് പറയുന്നത്. എന്താണെന്ന് വെച്ചാൽ, ബ്ലീഡിങ് മാസമുറ അവസാനിക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ബ്ലീഡിങ് നിൽക്കാതെ വരുമ്പോൾ നമുക്ക് സാധാരണ നാട്ടിൽ ചെയ്യാവുന്ന വീട്ടുവൈദ്യം എന്ന് പറയുന്ന രീതിയിൽ ചെയ്യാവുന്നൊരു ടിപ്സാണ്. ഒരു ഗ്ലാസ് പാലെടുത്ത ശേഷം അതിലേക്ക് കുറച്ച് മുക്കുറ്റിയുടെ സമൂലം, അതായത് വേരും അതിൻ്റെ ഇലയും എല്ലാം കൂടെ ചേർത്ത്, സമൂലം എന്ന് പറയുമ്പോൾ അതിൻ്റെ വേരോടുകൂടി എടുക്കുന്നതാണ് സമൂലം എന്ന് പറയുന്നത്. അത് നല്ലതുപോലെ അരച്ച് പാലിൽ ചേർത്ത് കുടിക്കാവുന്നതാണ്. അത് നല്ലൊരു ടിപ്സാണ്. നിത്യ യൗവനത്തിനും മുക്കുറ്റി ഉപയോഗിക്കാറുണ്ട്. അത് ഞാൻ ഇടയ്ക്ക് എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു ടിപ്സ് എന്ന് പറഞ്ഞാൽ മുക്കുറ്റി കൊണ്ടുള്ളത് തന്നെയാണ്. അതെന്താണെന്ന് വെച്ചാൽ, ഈ വായ്ക്കകത്ത് വരുന്ന പുണ്ണിന് നമ്മൾ അൾസർ വയറിനകത്ത് വരുമ്പോഴാണ് വായ്പുണ്ണ് വരുന്നതെന്ന് പറയാറുണ്ട്. നമ്മൾ സാധാരണ അഗസ്തിപ്പൂ എന്ന് പറയുന്നൊരു ചീരയുണ്ട്. അത് ഉള്ളിൽ എണ്ണയിൽ ചാലിച്ച് കഴിക്കുമ്പോഴത്തേക്ക് മാറാറുണ്ട്. പിന്നെ ചെറിയ ഉള്ളി മൂപ്പിച്ച് വെളിച്ചെണ്ണയിലൊന്ന് മൂപ്പിച്ച് വായ്ക്കകത്ത് കൊള്ളുകയും കഴിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ മാറാറുണ്ട്. വിറ്റാമിൻസിൻ്റെ കുറവ് കൊണ്ടൊക്കെയാണ് ഈ വായ്പുണ്ണ് വരുന്നതെന്നും പറയാറുണ്ട്. എന്നാലും ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു സംഭവം എന്ന് പറഞ്ഞാൽ, മുക്കുറ്റി സമൂലം എടുത്ത ശേഷം, അതെല്ലാം സമൂലം വേണം എടുക്കുക. സമൂലം എന്ന് പറയുമ്പോൾ നമുക്ക് വിചാരിക്കും എന്താ അറിഞ്ഞുകൂടാന്ന് വിചാരിക്കും. അപ്പോൾ സമൂലം എടുത്ത ശേഷം അതിലേക്ക് അതിനെ നല്ലപോലെ അരച്ചെടുത്ത ശേഷം അതിൽ താറാവിൻ്റെ മുട്ട പൊട്ടിച്ചൊഴിച്ച് മിക്സ് ചെയ്ത് അതിനെ വറുത്ത്, അതായത് ഒന്നേ കിണ്ടിയെടുക്കുക അല്ലെങ്കിൽ പൊരിച്ച് കഴിക്കുക, എന്തെങ്കിലും ചെയ്യുക. അപ്പോൾ അത് വേറൊരു ടിപ്സാണ്. അതെല്ലാവർക്കും ചെയ്യാവുന്നതാണ്. മുട്ട അലർജി ഉള്ളവർ ചെയ്യണ്ട. മുട്ട അലർജി ഇല്ലാത്ത ആൾക്ക്, ചിലർക്ക് മുട്ട അലർജി ആയിരിക്കും, അപ്പോൾ അങ്ങനെയുള്ളവർ ചെയ്യണ്ട. അപ്പോൾ അല്ലാതെ നിങ്ങളെല്ലാവരും ചെയ്യുക. പിന്നെ ഇനി എന്ന് പറയുന്നത്, നാളെ ഈ ആർത്തവത്തിന് ക്രമീകരണം വരാത്ത ആൾക്കാരുണ്ട്. അവർക്ക് വേണ്ടിയിട്ടുള്ള ടിപ്സുമായിട്ട് നാളെ വരെ. അപ്പോൾ നിങ്ങൾ കാത്തിരിക്കുക. അപ്പോൾ ഓക്കെ, ബൈ. എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ വീണ്ടും നിങ്ങൾക്ക് ഞാൻ ടിപ്സ് പറഞ്ഞു തരുന്നില്ല, അപ്പോഴും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റ, ബൈ.